എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചിക്കൻ കൊണ്ട് പലതരത്തിലുള്ള റെസിപ്പികൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതിനു വേണ്ടി ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാക്കി തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതൊരു 200 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ കോട്ടിങ് വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഇതൊരു 20ഓളം കശുവണ്ടിയുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കശുവണ്ടി ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താകുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കാഷ്യൂനട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോൾ ഇത് നന്നായി ഒന്ന് കുറുകി കിട്ടും. ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി തുടങ്ങും. ആ സമയത്ത് നമുക്ക് ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ സമയത്ത് നമുക്ക് 2-3 പച്ചമുളകും കൂടി കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ കറി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.